ഹായ് ഹലോ, അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഈവനിങ് സ്നാക്കിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന നല്ല മുരിഞ്ഞ ബോണ്ട ഉണ്ടല്ലോ, മസാല ബോണ്ട, പൊട്ടാറ്റോ ഫില്ലിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു ബോണ്ടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പുറത്ത് നല്ല ക്രിസ്പിനെസ് ആണ്, ഉള്ളിൽ പിന്നെ പറയണ്ടല്ലോ, ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് നല്ല സോഫ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇത് എത്രത്തോളം ഇത് മൊരിച്ചിലുണ്ട് എന്നുള്ളത് ഞാൻ പ്ലേറ്റിലേക്ക് ഇടുമ്പോഴുള്ള സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. മസാല ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ആദ്യം തന്നെ നമുക്ക് മാവ് ഉണ്ടാക്കി വെക്കാം. മാവ് എത്ര നേരത്തെ ഉണ്ടാക്കി വെക്കാൻ പറ്റും അത്രയും നല്ലതാണ്. കാരണം അത്രയും മാവ് നല്ലോണം അങ്ങ് പൊങ്ങി വരും കേട്ടോ. അപ്പോഴാണ് നല്ല എന്താ പറയുക, പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് നല്ലോണം അങ്ങ് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല, ബോണ്ട നല്ല വലിപ്പത്തിൽ ഇങ്ങ് വരത്തുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ മൈദ ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങിനനുസരിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ വലിയ ഉരുളാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അത്യാവശ്യം നല്ല മാവ് വേണ്ടി വരും. അപ്പോൾ 1 കിലോ ഉരുളക്കിഴങ്ങിന് ഒരു 1.25 കപ്പ് മൈദപ്പൊടി എടുത്തോളൂ. അതിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് അപ്പക്കാരം നിർബന്ധമല്ല കേട്ടോ. എന്നിട്ട് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് പൊടി മാത്രമായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഏത് ബാറ്റർ റെഡിയാക്കുമ്പോഴോ, കേക്കിനുള്ളതല്ല കേട്ടോ, ഇതുപോലെ പുരികടിക്കൊക്കെ ഉള്ള ബാറ്റർ റെഡിയാക്കുമ്പോൾ ഏറ്റവും നല്ല കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുന്നതാണ് കേട്ടോ. അതാവുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നല്ലോണം അങ്ങ് ഫ്ലഫി ആയി വരും. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ചെറിയ ഉരുളക്കിഴങ്ങ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഉപ്പും മഞ്ഞളും ഇട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 3 എണ്ണം വേണം കേട്ടോ. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. നോർമൽ മസാലയാണ് തയ്യാറാക്കുന്നത്, സിമ്പിളായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 6 സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് നൈസായിട്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും, ഒരു 3 പച്ചമുളക് അരിഞ്ഞതും, കുറച്ച് കറിവേപ്പിലയും കൂടെ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. മല്ലിയില പുതിനയില ഒന്നും ചേർക്കുന്നില്ല. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴണ്ട് വരേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് നേരം അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം അങ്ങ് വഴണ്ട് കിട്ടിക്കോളൂ കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് എൻ്റെ മക്കൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രം ഒരു ടേസ്റ്റിന് ഞാൻ കുറച്ച് ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി ചേർക്കണം കേട്ടോ. കുരുമുളക് പൊടി ചേർക്കുന്നത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വേറെ പൊടികളൊന്നും ചേർക്കണ്ട കേട്ടോ. വേറെ ഗരം മസാല കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. ചിക്കൻ മസാല നിർബന്ധമല്ല, മക്കൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. സാധാരണ സിമ്പിളായിട്ടാണെങ്കിൽ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മതി. മസാല ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. എല്ലാ ഭാഗത്തും ആ ഉള്ളിയുടെ മസാല എത്തണം. അപ്പോൾ നമ്മൾ ചൂടാറിയിട്ട് വേണമെങ്കിൽ കൈവച്ച് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ മസാല ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് തന്നെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തു. കാരണം ആ ചൂടോടാകുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു എല്ലാ ഭാഗത്തും എത്തുകയും ചെയ്യും, നന്നായിട്ട് അങ്ങ് പിടിക്കുകയും ചെയ്യും കേട്ടോ. അവിടെ തന്നെ നല്ലോണം മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഓരോ ഉരുളകളാക്കി എടുക്കണം കേട്ടോ. ഉരുളകൾ ഒരുപാട് പല വലുപ്പത്തിലാണ് പലവരും ഉണ്ടാക്കുക, വലുപ്പത്തിലും ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കുക. ഞാൻ കുറച്ച് വലുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ ഈ ചായക്കടയിൽ കിട്ടുന്ന ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതവിടെ ഓയിലൊക്കെ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ഈ ബോണ്ട ഉണ്ടപ്പുരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അടിയിൽ കുണ്ടുള്ള പാത്രം തിരഞ്ഞെടുക്കാൻ നോക്കട്ടെ. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതതിവിടെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുക്കി അങ്ങ് പൊരിക്കാം. നല്ലോണം കവർ ചെയ്തിട്ട് വേണം എണ്ണയിലേക്ക് ഇടാൻ. നമ്മൾ പേടിച്ചിട്ടൊന്നും കുറച്ചായിട്ടൊന്നും അങ്ങനെ ഇടരുത്. നല്ലോണം കവർ ചെയ്തിട്ട് മാവിൽ നല്ലോണം കവർ ചെയ്തിട്ട് ഇടട്ടോ. അപ്പോഴാണ് അതിൻ്റെ ആ പെർഫെക്ഷൻ ഇങ്ങോട്ട് കിട്ടുക കേട്ടോ. അപ്പം ഞാൻ ഓരോന്ന് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇടുന്നത് എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ, കാരണം എൻ്റെ ചുറ്റും മക്കളായിരുന്നു. അപ്പോൾ മേത്തേക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഓയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ വിചാരിച്ചിട്ട് ഇടുന്നത് എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ഇട്ടുകൊടുത്തത്. അപ്പോൾ നിങ്ങളതുപോലെ ഇട്ടുകൊടുത്താൽ മതി. നമുക്ക് എങ്ങനെ കഴിയുന്നത് വെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി. എന്തായാലും നല്ലോണം കവർ ചെയ്തിടുക. ഓരോ ഭാഗം മറിച്ചിട്ട് അതിൻ്റെ പാകം നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. നല്ലോണം മുരിങ്ങി വന്ന് ഒരു കുറച്ചൊന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കത് കോരിയെടുത്താം. അപ്പം നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ മുരിഞ്ഞ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കോരി എടുക്കുന്നത് എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഈ ഒരു ബ്രൗൺ കളർ ആയാലും പെട്ടെന്ന് അങ്ങ് കോരിയാൽ മതി കേട്ടോ. നല്ല ക്രിസ്പിനെസ് ആണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ആക്കണേ. താങ്ക് യു.